ഈശംശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിലെ 2 അധ്യായത്തിലെ 4ഉം 5ഉം തിരുവചനങ്ങൾ വായിക്കാം. വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രൈസ് ദി ലോർഡ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഓർമ്മയിൽ വന്നൊരു സംഭവമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ബൈക്ക് അപകടത്തിൽ ഒരു അപകടമുണ്ടായി. അദ്ദേഹത്തിന് അവിടെ വീണു. റോഡ് സൈഡിൽ കൂട്ടിക്കിട്ടിരുന്ന മണലിന് മുകളിലേക്ക് മോട്ടോർ സൈക്കിൾ കയറുകയും അദ്ദേഹം തെറിച്ച് താഴെ വീഴുകയും ചെയ്തു. എന്നാൽ ദൈവാനുഗ്രഹത്താൽ കാര്യമായ വലിയ പരിക്കൊന്നും ഉണ്ടായില്ല. കാലിൻ്റെ മുട്ടിന് താഴെ ചെറിയ മുറിവുകൾ മാത്രം. അദ്ദേഹം ശാന്തമായി വീട്ടിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിർദ്ദേശിച്ചനുസരിച്ച് ഒരു ക്ലിനിക്കിൽ പോയി മുറിവുകളെല്ലാം കഴുകി മരുന്ന് വെച്ച് കെട്ടി മോട്ടോർ സൈക്കിളിൽ തന്നെ വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുറിവ് ശരിക്കും ഉണങ്ങുന്നില്ല. മാത്രമല്ല, കാലിന് നീരും വെച്ചു. ഡോക്ടർ മുറിവ് ഉണങ്ങാനുള്ള മരുന്നുകൾ മാറി മാറി അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. മാസങ്ങളോളം നീണ്ട ചികിത്സ കൊടുത്തും അദ്ദേഹം നീണ്ട വിശ്രമവും കൊടുത്തും അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചില്ല. 2 മാസങ്ങൾക്ക് ശേഷം ഓഫീസിൽ പോകാനായിട്ട് കാല് തൂക്കിയിട്ടിരിക്കുന്ന പോലെ ഒരു പ്രതീതി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. വൈകുന്നേരമായപ്പോൾ കാലിന് അധികം നീര് വന്നു. അങ്ങനെ അതൊരു സ്ഥിരമായൊരു അനുഭവമായി മാറി. ഒരു ദിവസം രാവിലെ അദ്ദേഹം തനി കാലിലെ മുറിവ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പഴുപ്പ് തുടച്ച് മാറ്റുന്നതിനിടയിൽ ഒരു ചെറിയ കല്ല് മുറിവിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. ആ കല്ല് പുറത്തു പോയപ്പോൾ തന്നെ കാലിന് ആശ്വാസം തോന്നി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുറിവ് കരിയുകയും നീരില്ലാതാവുകയും അദ്ദേഹം പൂർണ്ണമായി സൗഖ്യം നേടുകയും ചെയ്തു. മുറിവുണക്കുന്ന സാധാരണ മരുന്നുകളെല്ലാം പരാജയപ്പെടാൻ കാരണം മുറിവിനകത്ത് കല്ല് ഉണ്ടായിരുന്നതാണ്. അന്യപദാർത്ഥത്തെ പുറന്തള്ളാനുള്ള ശരീരത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു ആ പഴുപ്പും ആ വേദനയും അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും കണ്ണുനീരുകളെയും മാനസിക ദൃഷ്ടിയിൽ മാത്രം കണ്ട് മാനസികമായ പരിഹാരങ്ങൾ വഴി തേടിയാൽ അത് ശാശ്വതമാവുകയില്ല. തൽക്കാലത്തേക്ക് മുറിവ് കരിഞ്ഞാലും കല്ല് ഉള്ളിലെടുത്തുള്ളതിനാൽ കാലത്തോളം അത് വീണ്ടും വീണ്ടും പഴുക്കുന്ന പോലെ നമുക്ക് തുടങ്ങും. പ്രശ്നങ്ങൾ തൽക്കാലം കെട്ടടങ്ങിയാലും പിന്നെയും ഉയർന്നു വരികയും ചെയ്യും. പ്രശ്നങ്ങളുടെ വേരുകൾ പിഴുതെറിയാതെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്താൽ അതൊരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കുകയില്ല, അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പഴുപ്പും വേദനയും രോഗങ്ങളല്ല, അത് ശരീരത്തിൻ്റെ സൗഖ്യം വീണ്ടെടുക്കാനുള്ള ശുദ്ധീകരണ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ പ്രക്രിയയുടെ ഒരു ഭാഗമായിരുന്നു. എൻ്റെ വേദനകൾക്കും പ്രശ്നങ്ങൾക്കും ഇനിയും അവസാനം കാണാനാവുന്നില്ലെങ്കിൽ, അത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നുവെങ്കിൽ ഓർക്കുക, നിന്റെയും എൻ്റെയും ജീവിതത്തിനുള്ളിൽ ഒരു കല്ല് കിടപ്പുണ്ട്. നിന്റെ കുടുംബത്തിനുള്ളിൽ ദൈവിക പദ്ധതിയിൽ ഇല്ലാതാത്ത എന്തോ ഒന്ന് വന്ന് നിന്റെ ഉള്ളിലുണ്ട്. അതിനെ പുറന്തള്ളുന്നവരെ വേദനയും നീറ്റലും ഉണ്ടായിക്കൊണ്ടിരിക്കും. വേദന സംഹാരികളും ആന്റിസെപ്റ്റിക് മരുന്നുകളെല്ലാം താൽക്കാലിക ശാന്തി തരുന്നതായി നിനക്ക് തോന്നും. എന്നാൽ നിന്റെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ,
നിന്റെ ആത്മാവിലെ കല്ല് അത് പാപമാണ്. അതെടുത്ത് നീക്കുന്നതുവരെ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. നിന്റെ മനസ്സിലെ കല്ലാകട്ടെ അഹങ്കാരവും. അതിൽ നിന്ന് ഉയർത്തിയിരിക്കുന്ന സ്വാർത്ഥതയും ഭയവുമാണ് മറ്റനേകം പ്രശ്നങ്ങളിലൊക്കെ നിന്നെ കൊണ്ടെത്തിക്കുന്നത്. കാരണം ഈ കല്ലുകളെ പുറന്തള്ളാൻ ദൈവം ഒരുക്കുന്ന പഴുപ്പും വേദനയും കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് നിരോധിക്കാതിരിക്കുക. നിന്റെ ബുദ്ധി കൊണ്ട് അന്വേഷിക്കുമ്പോൾ കല്ല് കാണുകയുമില്ല. പക്ഷേ മഹാമിഷങ്കരനായ ദൈവത്തിന് മുമ്പിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ, നമ്മൾ സഹകരിക്കുമ്പോൾ ശക്തരുമായ നമ്മളായിത്തീരും. എന്നാൽ സഹകരിക്കാൻ മടിക്കുന്നവരുടെ ജീവിതം മുഴുവൻ ഈ അവസ്ഥയിലേക്ക്, പഴുപ്പ് ചുമന്നുകൊണ്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളായിത്തീരുകയും ചെയ്യും. ഒരിക്കലും തോരാത്ത കണ്ണുനീരിൻ്റെ പിന്നിലെ രഹസ്യം ചിലപ്പോഴെല്ലാം ഓർക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രഭാഷണത്തിന് പുസ്തകത്തിൽ പറഞ്ഞത്, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരാണ് സഹനത്തിലൂടെ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, സഹനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം. അതിൽ കൂടി നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയെ, നമ്മുടെ ഉള്ളിലുള്ള കല്ലിനെ നമുക്ക് എടുത്തു മാറ്റാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ സഹനങ്ങളിൽ കൂടി ഞാനും നീയും കടന്നു പോകുമ്പോൾ ആ ദൈവത്തോടായിരിക്കാനും ദൈവം പറയുന്നത് കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. ദൈവം നമ്മളെ ആ ചിന്ത നമുക്ക് ലഭിച്ചതിനായിട്ട് ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളും കണ്ണുനീരുകളും വഴി അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് പൗത്രീകരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.